അളി വരച്ചു കഴിഞ്ഞില്ലേ അളി? വരച്ചു കഴിഞ്ഞില്ലേ അളി? നീ ആര്? പ്രകാശ് പതുക്കോണോ? പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ മായ്ക്കാനും? സത്യം പറയാളി, എനിക്കൊരു സ്പോർട്സ് മാന്റെ ഗെറ്റപ്പില്ലേ? നീ നോക്കടാ, നൂല് പിടിച്ചതുപോലെ ബ്യൂട്ടിഫുൾ. ഇറങ്ങു പതുക്കോൺ. അപ്പുറത്ത് വേണി പതുക്കോണും നീയും. Right. We will kill them, baby darling. Okay, Come on, darling. baby. Love everybody. Sir it. Love one. One love. എവിടെ? ഗുഡ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കൂടുന്നോ? ഏയ് നിർത്തണം. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടോ വന്നതാ. ഞാൻ പോട്ടെ. ഈ ഗെയിം തന്നിട്ടു. അത് കഴിച്ചിട്ട് മതി. Good evening, Mr. Nair. ഹലോ, ഗുഡ് ഈവനിങ് മേജർ. How to drink? Why not? Come on. പോരാ. ശരി ദേവടാ. One love. ദാണ്ട പോയി. ഡാളി. സ്വാമി കുഴന്തേ, ഞങ്ങൾ വന്നു. ഞാൻ പരത്താം. തൊട്ടുപോരുത്. തോന്നിവാസം കുറെ കൂടുന്നുണ്ട്. എന്തൊരു സ്വഭാവമാണ് ഇത്? എന്റെ സ്വഭാവം മോശമല്ലേ? ഇവിടെ ആർക്കും ഒരു സ്വഭാവ ദൂഷ്യവും ഇല്ല. നീ വെറുതെ ഊതിപ്പെരുപ്പിക്കാതിരുന്നാ മതി. ആരോട് ചോദിച്ചോണ്ടോ നീ പുറത്തേക്ക് പോയത്? എന്നോട് ചോദിച്ചോ? ഡേവിഡിനോട് ചോദിച്ചോ? ആ, എന്നോട് ചോദിച്ചു. ഇനി നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നീ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് ജാതകം നോക്കാൻ പറ്റിയോ? എനിക്ക് വേണ്ടി ജാതകം കൊണ്ടുവന്നെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേച്ചാ മതി. എനിക്കിപ്പോ കല്യാണം വേണ്ട. മിണ്ടിപ്പോരുത്. അണ്ണൻ തന്നെയല്ലേ പറഞ്ഞത് എനിക്കൊരു ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്? അങ്ങനെ ബുദ്ധിമുട്ടി എന്നെ ആരുടെയും തലയിൽ കെട്ടിവെക്കണ്ട. എവിടെ തുടങ്ങിയ കാര്യങ്ങൾ എവിടെ അവസാനിച്ചു? ദയവേട്ട അവള് പറഞ്ഞ് ഇപ്പൊ നീ ഇത് പരത്ത്, മറ്റേ നമുക്ക് ശരിയാക്കാം. ഹലോ ഫിഫി, സാജൻ. സാജൻ, ഡെയ്സേന്റിന് അവിടെ വേണ്ട. ഫ്രെഡിയൊക്കെ കാണും. എപ്പോഴും ആവുമ്പോ എന്തോന്ന് എപ്പോഴും ആവുമ്പോ എന്നാ വരണ്ട. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? പിണങ്ങരുത്. ഞാൻ അച്ചായന്റെ കൂടെ പള്ളിയുടെ അവിടെ വരാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ഷുവർ. വെക്കട്ടെ. ഐ ലവ് യു. അച്ചായ, അച്ചായോ? യെസ് ഫിലോമിന ഫ്രാൻസിസ്. എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോവോ? എന്ത് പറ്റി രാവിലെ? കുമ്പസരിക്കാൻ തോന്നുന്നു. സാജൻ അവിടെ വരാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ഭക്തിയല്ല. കൊണ്ടുപോവില്ലോ എന്ന് പറ. എടി ഭയങ്കര ബോറ. ഞാൻ റോഡിൽ മാറി ബൈക്കിൽ ഇരിക്കുന്നതും നിങ്ങൾ കുനുകുനാന്ന് സംസാരിക്കുന്നതും. അച്ചായ പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വേണയെ കൂടെ ഒന്ന് വിളിക്കും. വേണി എന്തിനാ വിളിക്കുന്നത്? എനിക്കും വല്ലതും സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. ദേ വെള്ളത്തിലൊന്നും എടുക്കല്ലേ, അവളൊരു പാവം പെണ്ണാ. നിന്റെ അഭിപ്രായം പറ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ? അച്ചായ വേണ്ടേ? എന്തോന്ന് വേണ്ടേ? എനിക്ക് വേണേ ഇഷ്ടം. അച്ചായന് മാത്രം ഇഷ്ടായാ മതിയോ? പോരാ, ഇക്കാര്യം അവളോട് തുറന്നു പറഞ്ഞ് ഒന്ന് സെറ്റിൽ ആകാനാ അവളെ ഇവിടെ വിളിക്കാൻ പറഞ്ഞത്. അച്ചായൻ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ലേ? ഞാൻ ഒന്നും മിണ്ടുകയില്ല. പിന്നെ എന്തിനാ വിളിക്കുന്നേ? നീയും സായനും കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ. ഇത് കൊള്ളാം അല്ലേ? ഏത് കൊള്ളാം? അല്ല ഈ ഇരുപ്പേ. ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഐസ്ക്രീം ഇവിടെ അവരത് കൊണ്ടങ്ങ് പോയി. നടന്നു കഴിക്കാമെന്ന് വെച്ചായിരിക്കും. പക്ഷേ ഇതാ അതിന്റെ ഒരു ഒരു സുഖം. ഒരു കുടക്കീഴിൽ ഞാനിങ്ങനെ ചെയ്താദ്യമാ. എങ്ങനെയൊക്കെ? അല്ല, കയ്യിൽ നിന്ന് കാശ് മുടക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ. അവരെന്തിനാ ചിരിക്കുന്നത്? അവര് ചിരിച്ചോട്ടെ. ചിരിച്ചോട്ടെ. എന്നെ ആക്കി ചിരിക്കുകയാണോന്ന് എന്റെ സംശയം. വേണ്ടാത്തൊന്നും വേണോട് പറയരുന്ന അവളുടെ ഓർഡർ. ഞാൻ വേണ്ടാത്തെല്ലാം പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഏത് കല്യാണത്തെ പറ്റി? അല്ല, പൊതുവെ കല്യാണത്തെ പറ്റി. ഓ, പൊതുവെ നല്ല അഭിപ്രായം. എനിക്കും അതെ. ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്നൊരു ഏർപ്പാടാ. എനിക്കും ഒരു കല്യാണം കഴിക്കണം. ഇപ്പോഴല്ല, ആ സാജൻ കാമുകൻ ദുബായി പോയി 1 മാസത്തിനകം ഈ കാമുകൻ പോവും. ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഉടൻ ഒരു കല്യാണം കഴിക്കും.
ആരെ? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? ഏ ഏ? തമാശ അല്ല അല്ലേ? ശ്ശോ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി ഓക്കെ. അവര് ഇരുന്നിരുന്നൊരു ലെവലിലായി. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ? വേണ്ട വേണ്ട. അതെ, നമ്മൾ അത്രത്തോളം ഒന്നും ആയില്ലല്ലോ. കഴിക്കും കഴിക്കും. അണ്ണൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കാം. ദയവായിട്ടുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? ഇനി തയ്യ ഒരൊറ്റ ഉറപ്പുള്ളൂ എന്റെ അടുത്ത്. വേണേ വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി? ആന്റിയുടെ ബ്ലൗസാ, മമ്മി തന്നയച്ചതാ. ഉള്ളായിട്ടുണ്ടോ നോക്കിയേ. എടാ എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നത്? അമ്മ എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം. എങ്ങും പോകണ്ട. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അമ്മേ എന്ത് പറ്റി ജേതുപിള്ളേ? എന്തു പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള്. കൊറേ കാലായില്ലേ ഈ ലൈലാമജിന് കളി? നേരാണോടാ? എടാ, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു MLA ആക്കി, ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങക്കുമാരി ഒന്നും ഉണ്ടായിപ്പോയി എന്നാണ് ഞാൻ നോക്കണേ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അള്ള കാക്കട്ടെ. എടാ മോനെ, നീ എങ്ങും പോകല്ലേ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് 4 വാക്ക് സംസാരിക്കണം എല്ലാവരോടും, എസ്പെഷ്യലി. യെസ്. എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ. മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത്. എന്നാ സാജൻ പോകുന്നത്? അടുത്ത ആഴ്ച പോകും. 2 മാസത്തിനകം ജോലിക്കാരും ശരിയാകുന്ന ഡാഡി എഴുതിയിരിക്കുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും മമ്മിയും കൂട്ടി ഞാൻ വരാം. ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ. ശരി അങ്കിൾ. കല്യാണം കഴിഞ്ഞാ ഇവളെയും കൂടെ കൊണ്ടുപോകണം. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ, അതൊന്നും ശരിയല്ല. മോനെ, നിങ്ങളുടെ വീട് നന്നായിരിക്കണം. പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നേ മരിച്ചു കഴിഞ്ഞു. എന്റെ കൊച്ചുമക്കളുടെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം.